എന്തായാലും ഇവിടെ വരെ വന്നല്ല എന്നിട്ട് ഒരു ഫാമിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് ഓറഞ്ചും കൂടെ മേടിച്ച് പോകാന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോഴാണെങ്കിലും നിറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒറ്റ ഓറഞ്ചില്ല, പക്ഷെ ഓറഞ്ചിന്റെ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ പാലക്കാട് കേട്ടോ. ഇവിടെ ഫെസ്റ്റ് നടക്കുന്ന കാര്യം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പൊക്കോട്ടോ, കാരണം കുട്ടീസിന് ഇപ്പൊ വെക്കേഷൻ അല്ലേ. നയാഗ്ര വെള്ളച്ചാട്ടം നേരി പോയി കാണാൻ ശേഷിയില്ലാത്തവർക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. പക്ഷെ വെള്ളച്ചാട്ടം മാത്രമല്ല, കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ കുട്ടീസിനെ എല്ലാവരും പിടിച്ചു നിർത്താനായിട്ട് പറ്റിയ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. കുട്ടീസ് മാത്രമല്ല, നമ്മൾ നോക്കിയൊക്കെ ഗൗരിയൊക്കെ കയറിയപ്പോൾ തൊട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നല്ല രസമുണ്ട് ഇങ്ങനെ ആവണാനായിട്ട്. നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ 4 മണി, കറക്റ്റ് 4 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മുടെ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി വ്യൂ ഒക്കെ വരുന്നത് കേട്ടോ. ഇത് അകത്തേക്ക് ചെല്ലുമ്പോൾ ഇതാ കാണുന്നു നമ്മുടെ നയാഗ്ര, അതായത് ഡ്യൂപ്ലിക്കേറ്റ് നയാഗ്ര. ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ ഫീൽ ഒന്നുമില്ല, പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ അടിപൊളിയാട്ടോ. കാരണം നല്ല ഫീലാണ്. എന്ന് വെച്ചാൽ അവിടെ കുളിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായി, പക്ഷെ സമ്മതിച്ചില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നാളെ ഷോപ്പ് തുറക്കണം, എന്ത് ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് 2 വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ DG അമ്യൂസ്മെന്റ് എന്നൊക്കെ എഴുതി വെച്ചേക്കണം. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ അത്രയും നേരം നിന്നില്ല, നമ്മളിതേ പോയി കണ്ടത്. എന്തായാലും പോയതല്ലേ എന്ന് വെച്ചാൽ കപ്പലിലൊക്കെ കയറി വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. സംഭവം നമ്മൾ ആദ്യമായിട്ടായിട്ട് ട്രൈ ചെയ്യണം. നല്ല രസം കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റി ഒരു ക്യാമറ, നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ബൺ മസ്ക കഴിക്കാൻ. കാരണം അന്ന് ഹൈദരാബാദിൽ നിന്ന് കഴിച്ചപ്പോൾ ഇതൊരു ട്രെൻഡേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് ഭയങ്കര ട്രെൻഡായി. പക്ഷെ ആഗ്രഹം അങ്ങനെ തന്നെ പോയി മക്കളെ, ഇവര് നമ്മളെ പറ്റിച്ച്. ഒരു ടേസ്റ്റും ഇല്ല, എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ എന്തായാലും ടാറ്റ ബൈ, സീ യു.